എൻ്റെ മൂത്ത മകൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവളുടെ അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ്സിലൊരു മർമറിങ് ഉണ്ട്. 4 ഡോക്ടേഴ്സ്, നമ്മുടെ ഇരവിപേരൂർ തിരുവല്ല പരിസരങ്ങളിലുള്ള 4 ഡോക്ടേഴ്സ് ഇതേ കാര്യം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ശ്രീചിത്രയിൽ കൊണ്ടുപോകണം തിരുവനന്തപുരത്ത്. അവിടുത്തെ ശിശുരോഗ വിദഗ്ധനെ കാണണം, ടെസ്റ്റുകൾ നടത്തണം, ആവശ്യമെങ്കിൽ ഒരു സർജറി നടത്തണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വേദനിച്ച ഒരു ഘട്ടമാണത്. സത്യം പറയട്ടെ, സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ല. കാര്യം ഈ ദൈവമക്കളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ സഹായിച്ചു. ചുരുക്കി ഞാൻ പറയാം, എൻ്റെ കുഞ്ഞ് സിത്താരമോളുമായി ഫേബയുമായിട്ട് തിരുവനന്തപുരത്തേക്ക് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ ചെന്നു. അവിടെ എന്നെ സ്വീകരിച്ചത് കൃഷ്ണൻകുട്ടിച്ചാൻ്റെ ശുപാർശ പ്രകാരം സണ്ണി തോമസ് എന്ന സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. പ്രിയപ്പെട്ടവരെ, ടെസ്റ്റെല്ലാം കഴിഞ്ഞു. കുഞ്ഞിന് സർജറി വേണ്ടി വരുമെന്നുള്ള ഈ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം, വിദഗ്ധരായ ഡോക്ടേഴ്സാണ്. അവരുടെ നിർദ്ദേശം എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം ഇസഹാക്കിനെ മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത് പോലെയാണ് എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പോയത്. സംഭവിച്ചത് കേൾക്കണോ പ്രിയപ്പെട്ടവരെ? അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഡോക്ടറുടെ മുമ്പിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ആ മർമറിങ് ഉണ്ടായിരുന്നതാണ്. ആ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ പറയുന്ന അസുഖം, പ്രശ്നം ഈ കുഞ്ഞിനില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ പറഞ്ഞതല്ല, ഡോക്ടേഴ്സ് പറഞ്ഞത്. സത്യമായിരിക്കാം, പക്ഷേ ആ പ്രശ്നം ഇപ്പോൾ ഈ കുഞ്ഞിനില്ല. സണ്ണി തോമസിൻ്റെ അവിടെ താമസിച്ചിരുന്ന എന്നെ യാക്കോബയായിൽ നിന്ന് അക്കാലത്ത് സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഒരു സഹോദരൻ വന്ന് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ പണക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ആ വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ താമസിച്ച 2 ദിവസം അദ്ദേഹവുമായിട്ട് ഞാനും രാത്രിയിൽ ഉറങ്ങാതെ ദൈവവചനം പറയുകയാണ്. വെളുപ്പാങ്കാലത്ത് എങ്ങാണ്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ മനുഷ്യൻ കർത്താവിനെ ഏറ്റുപറഞ്ഞു. അദ്ദേഹം പിന്നീട് ഇരവിപേരൂർ സഭയിൽ വന്ന് ഏറ്റുപറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ സാക്ഷ്യമായി മാറി.